എൻ്റെ പേര് ബാഹുലേനാണ്. തനുച്ചരം സ്വദേശിയാണ്. ദേശീയ കായികതരണം. സംസ്ഥാനത്ത് ലഹരി വേട്ട തുടരുന്നു. ധനുവച്ചുരം ബോയ്സ് ഹൈസ്കൂളിലും ഗേൾസ് ഹൈസ്കൂളിലും മധ്യദൂരത്താണ് ലഹരി വിൽപ്പന സജീവമാക്കുന്ന 50ഓളം ഏജന്റുമാരുണ്ട്. സ്കൂൾ, കോളേജ്, IT എന്നിവയെ കേന്ദ്രീകരിച്ചാണ് ഇവരെ താവളം. രാവിലെ 7 മണി മുതൽ 10:30 വരെയും വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെയാണ് ലഹരി വിൽപ്പന സജീവമാകുന്ന ഞെട്ടിക്കുന്ന വാർത്തകൾ. ധനുവച്ചുരം വെയിറ്റ് ഷെഡ് നട, പാർക്ക് നട, IT നട, പോസ്റ്റ് ഓഫീസ് നട എന്നിവ കേന്ദ്രീകരിച്ചാണ് ഇവരെ താവളമെന്ന് നമുക്ക് പറയാം. സ്കൂൾ നടയിലാണ് ഇവരെ താവളമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏജന്റുമാർ 50ഓളം ഉണ്ട്. പോലീസുകാർ ഒത്താശ ഉണ്ടെന്ന് തന്നെ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാൻ ഈ വാട്സപ്പിൽ പോലീസിന്റെ ഒരു സൂചനയിൽ വാട്സപ്പിൽ ഒരു വാർത്ത കേരളത്തിൽ വന്ന ലഹരിയുടെ വാർത്ത അയച്ചപ്പോൾ എടുത്തിട്ടില്ല. ഒരു പോലീസിന്റെ ഉന്നത നേതാവാണ് എടുക്കാത്തത്. ലഹരിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ആളാണ് എടുക്കാത്തത്. ഈ ലഹരി എന്ന് പറയുന്നത് വെറും കള്ളമാണ്. കള്ള വാർത്ത നടത്തിയാണ് ലഹരി വിൽപ്പന നടത്തുന്നത്. ഇവർ തന്നെ പത്രത്തിൽ വാർത്ത കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇനി ഇവിടെ ലഹരി വിൽപ്പനയില്ല, എന്നിട്ട് അടിയെ കൂടി ലഹരി വിൽപ്പന നടക്കുന്നുണ്ട്. ഏതോ ഒരു പാർട്ടിയാണ് ഇതിന്റെ പിന്നിൽ നടത്തണമെന്നാണ് ജനങ്ങൾ എല്ലാം പറയുന്നതെന്ന് പറയാം. അവരെ സാധനം പുറത്തു കൊണ്ടുവരുന്നുണ്ട്. ഇത് എനിക്ക് തന്നെ ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞു. ഈ ലഹരി വിൽപ്പനയുടെ സജീവമായിട്ടുള്ള ഉന്നത നേതാക്കന്മാരെ വീട്ടിൽ ATM വഴി പൈസ കിട്ടുന്നുണ്ട്. ഉന്നത നേതാക്കന്മാരെ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ആത്താവും. അതെന്തെന്ന് പറഞ്ഞാൽ ഇതൊക്കെ പച്ചയ്ക്ക് പറയാനുള്ള സംഭവമാണ്. ഉന്നത നേതാവ് ഞാൻ ഈ വാട്സപ്പിൽ അയച്ചിട്ട് എൻ്റെ ഒരു കൂട്ടുകാരെ, ഞാനും അവനും ഒരുമിച്ച് പഠിച്ചതാണ്, അവൻ തന്നാണ് ഈ നമ്പറിൽ ഞാൻ അയച്ചത്. എന്നിട്ട് പോലും ആ ഉന്നത നേതാവ് എടുത്തിട്ടില്ല. പോലീസിലുള്ള ഇത് അവരിലാണ് ലഹരി വിൽപ്പന നടക്കുന്നത്. എന്നിട്ട് പറയണ ലഹരി വിൽപ്പനയുടെ പേര് തന്നാൽ നമ്മൾ വെളിയിൽ പറയത്തില്ല എന്നാണ് പറയുന്നത്. അതൊക്കെ വെറും കള്ളമാണ്. അവരോട് ഉടനെ സൂചന കൊടുക്കും. ഇപ്പൊ എനിക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ ചില രാഷ്ട്രീയക്കാരുടെ സ്വാധീനം വെച്ചാണ് ഇവർക്ക് സപ്പോർട്ട് മാസപ്പടി കിട്ടുന്നുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. ലഹരി വിൽപ്പന പിടിക്കണമെന്ന് പറഞ്ഞാൽ വലുതായിട്ടൊന്നും പിടിക്കണം. തകർത്ത് ധനുവച്ചുരം ഭാഗങ്ങൾക്ക് പരുത്തിവിള, നിരപ്പ് എന്ന പ്രദേശങ്ങളെല്ലാം വൻതോതിലാണ് ലഹരി വിൽക്കുന്നത്. ആര് ചോദിക്കാൻ, ആര് പറയാൻ? വിദ്യാർത്ഥികളെല്ലാം ഇതിൽ അടിമയായിക്കൊണ്ടിരിക്കുന്ന IT വിദ്യാർത്ഥികളും കോളേജിൽ വിദ്യാർത്ഥികളും സ്കൂൾ വിദ്യാർത്ഥികളും ആര് ചോദിക്കാൻ, ആര് പറയാനായി? പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത് തകർത്ത വിൽപ്പന തന്നെ നടക്കുന്നുണ്ട്. ഇതിൽ ആരന്വേഷിക്കുന്നത്? ആരന്വേഷിക്കാനില്ല. ഇത് നടക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥര് തന്നെ വാർത്താ സമ്മേളനം നടത്തി പത്രത്തിൽ വാർത്ത വന്നിട്ട് ഇവർ അടിയെ കൂടി വിൽപ്പന നടത്തുന്നതോട് എനിക്ക് സൂചന കിട്ടി. അതാണ് ഞാൻ ഈ ലൈവിൽ ഇപ്പോൾ വരാനുള്ള കാര്യം. ജനങ്ങളും രക്ഷകർത്താക്കളും അറിയണം, നിങ്ങളെ മക്കളെല്ലാം ലഹരി അടിക്കുന്നുണ്ട്. നിങ്ങളത് സൂചനയിൽ കണ്ടെത്തിയില്ലെങ്കിൽ നിങ്ങളെ മക്കൾ നാശത്തിലേക്ക് പോകുന്നു, പുതിയ തലമുറ എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഇത് വാർത്ത ഇഷ്ടം പോലെ ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇങ്ങനെ ഉള്ളവരെ അറസ്റ്റ് ചെയ്യണം. അതിൽ മാസപ്പടി ATM വഴിയാണ് ഇവരെ കയ്യിൽ കിട്ടുന്നത്. വലിയ ഉന്നത നേതാക്കന്മാർ ഇതിലുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. എൻ്റെ വാർത്തയും അന്വേഷണം തുടരുന്നു. എവിടെയാണ് ലഹരി വിൽക്കുന്ന എക്സൈസ് കാണുന്നുണ്ടോ? ലൈവാണ് ഇപ്പോൾ. അമരവിള എക്സൈസ് കാണുന്നുണ്ടോ? ലൈവാണ് ഇപ്പോൾ ഈ വാർത്ത. എൻ്റെ വാർത്ത നൽകുന്നത്. നിങ്ങൾ ഒരു പ്രതിയേക്കും ധനുവച്ചുരത്തിന് പിടിച്ച 6-7 കൊല്ലം കൊണ്ട് ലഹരിക്ക് വേണ്ടി പോരാടണം എന്ന് പറഞ്ഞു. ധനുവച്ചുരത്തിന് ഒരു പ്രതികളെയും പിടിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചില്ല. നെയ്യാറ്റിൻകര പോലീസ് 2 പ്രതികളെ പിടിച്ചു. അതുപോലെ വെള്ളറ പോലീസ് 2 പ്രതികളെ പിടിച്ചു. എന്നാൽ നിങ്ങളെ കൊണ്ട് ഇതുവരെ ഒരു പ്രതികളെ പിടിക്കാൻ സാധിക്കുന്നില്ല. ഇതിൽ ഇവരെയൊക്കെ വസ്തുക്കളും വകകളും നോക്കിയ ഒത്താശ നോക്കിയ വൻതോതിലാണ്. നേരത്തെ ഇരിക്കുന്നവരെ തന്നെ ഇപ്പോഴും എക്സൈസ് ചെല്ലിക്കുന്നു. ഒരു മാറ്റങ്ങളും ഇവർക്ക് കൊടുക്കുന്നില്ലേ സർക്കാർ? വീണ്ടും മാറ്റമില്ല. ഇപ്പോഴും വൻതോതിൽ തന്നെ ഇതിന്റെ ഉന്നത നേതാക്കന്മാർ അവിടെ ഇരുന്ന് വിൽക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ കുറെ ദിവസം കഴിയും പുറത്തേക്ക് പറയും. ഇതുപോലെ ഉണ്ണിത്താൻ പറഞ്ഞതാണ് ഉണ്ണിത്താൻ അടി കിട്ടിയത്. ആ പത്രത്തിന്റെ മാതൃഭൂമിയുടെ ലേഖകൻ. ആ സത്യം പുറത്തു കൊണ്ടുവരുന്നവർക്കെല്ലാം ഭയം, അടി ഇതൊക്കെയാണ് കിട്ടുന്നത്. പക്ഷെ എനിക്ക് പേടിയൊന്നുമില്ല. സത്യം എന്നാലും പുറത്തു വരും. ജയിലിൽ കിടന്നാലും കുഴപ്പമില്ല. സത്യം കൊണ്ടുവരണം. ഇതുപോലെ ലഹരി വിൽപ്പന സജീവമായിട്ട് നടക്കുന്നുണ്ട്. ആര് ചോദിക്കാനാ, ആര് പറയാനാ? ട്രെയിനിൽ നിന്നും തമിഴ്നാട്ടിൽ വരുന്നു, അത് കേരളത്തിലേക്ക് എത്തുന്നു. അവിടെ നിന്നും ധനുവച്ചുരത്തേക്ക് എത്തുന്നു. ധനുവച്ചുരത്തു നിന്നും വെയിറ്റ് ഷെഡിലേക്ക് എത്തുന്നു. അത് നിരപ്പിലേക്ക് എത്തുന്നു. അത് പരുത്തിവെളിയിലേക്ക് എത്തുന്നു. അത് പൊതിയായിട്ട് മാറുന്നുണ്ട്. അമരവളി എക്സൈസ് കാണുന്നുണ്ടോ? വെള്ളത്തിൽ കിടന്ന് കഞ്ചാവ് ലാഞ്ചുന്നുണ്ട്. NDM എല്ലാം ലാഞ്ചിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുൻ നേതാക്കന്മാരൊക്കെ എവിടെ പോയോ തരും. ഇന്ന് ആരാണ് വിളിച്ചു പറഞ്ഞത്? ചെറിയ NDM ഒക്കെ പിടിച്ച ഉടനെ ഇറങ്ങി വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊന്നും പോലീസ് കാണുന്നുണ്ടോ?
ലൈവാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ എത്തുന്നത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരാണ്, ഇതെല്ലാം നമുക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കും. ഇവര് അകമ്പടിയോടാണ് പോലീസുകാരെ കൊണ്ടുപോകുന്നത്, ചില രാഷ്ട്രീയക്കാര്. ഇതെല്ലാം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. വൻതോതിലാണ് വിൽപ്പന നടക്കണമെന്ന് പറയാം, ഒത്താശയോടാണ് വിൽപ്പന നടക്കണം. ഇത് ലഹരി എന്ന് പറയുന്ന വൻതോതിൽ എത്തുന്നുണ്ട്, പക്ഷെ ലഹരി പിടിക്കുന്നില്ല. ലഹരിയുടെ ഉന്നത നേതാക്കന്മാരെല്ലാം ഇപ്പോഴും വിലസുന്നുണ്ടെന്ന് തന്നെ പറയാം. എത്രയുള്ള ഏജന്റുമാരുണ്ട്, ഇവരെ പിടിക്കാൻ നിങ്ങളെ കൊണ്ട്. ഞാനൊരു കായികതായിട്ട് പറഞ്ഞു, എല്ലാവർക്കും ഇവരെ കാണുമ്പോൾ പേടിയാണ്. എന്തിനു പേടിക്കുന്നു? 2 ദിവസം ജീവിക്കുന്ന ഒരു പേടിക്കാനും സത്യം എന്നാന്നാലും പുറത്തുകൊണ്ടുവന്നു. പോലീസായിരുന്നാലും ആരായിരുന്നാലും വാർത്ത തന്നെ. അതിന് ഒന്ന് തിപ്പില്ല. വാർത്ത പറഞ്ഞാൽ ആ വാർത്തയിൽ അവനെ അപ്പോഴും പുറത്താക്കും. വാർത്ത പറയുമ്പോൾ അത് സത്യമാണോ പറയണത്, അല്ല തെറ്റ് നമ്മൾ കള്ളത്തനം പറയില്ല. എനിക്കും കള്ളത്തനം പറച്ചിലില്ല. നമ്മൾ ഇറങ്ങുന്നു, പിറ്റേന്ന് രാവിലെ നിരപ്പിലേക്ക് പോകുന്നു, അവിടെ നിന്ന് ഇടവഴിയിലേക്ക് പോകുന്നു, കഞ്ചാവ് കണ്ടെത്തും. 8ാം ക്ലാസ്സിലെ കുട്ടി വയറുവേദനയാറ്റിയ കാരക്കോണം ആശുപത്രി കൊണ്ടുപോയി, ധനുശ്വര സ്കൂളിൽ പോയി. അവസാനം നോക്കിയപ്പോൾ കഞ്ചാവ് കഴിച്ചു. ഇതുപോലെ പല കുട്ടികളും, ഇത് പെൺകുട്ടിയാണ് കഴിച്ചിരിക്കുന്നത്. അപ്പോൾ ആൺകുട്ടികൾ എങ്ങനെ? പോലീസുകാരന്റെ മക്കൾ തന്നെ അവരെ തന്നെ കൊല്ലുന്നു. പാളയത്തുള്ള SI മോള കഞ്ചാവിന് അടിമയായി. ഇതൊക്കെ നമ്മൾ ജനങ്ങൾ മുമ്പേ കണ്ടിട്ടും ഇത് ജനങ്ങൾ പ്രതികരിക്കാത്തതുകൊണ്ടാണ് ഇത് ഒന്നിനൊന്നിന് കൂടിക്കൊണ്ടുവരുന്നത്. ഇപ്പോഴും ഇന്നലെ മെനിഞ്ഞാന്ന് കേരളമതി പത്രത്തിൽ എഴുതുന്നു, വൻതോതിലാണ് കഞ്ചാവ് ഒഴുകണെന്ന്. ഇതൊക്കെ എവിടെ പോകുന്നു? എത്ര നിലകൾ വയ്ക്കുന്നു? ആര് വസ്തുക്കൾ വാങ്ങിക്കുന്നു? അവരെ അന്വേഷിക്കുന്നുണ്ടോ? ഇതിന്റെ ഒരു തെളിവുമില്ല. നമ്മളെ വസ്തു പിടിക്കുക, അത് ചെയ്യൂ, ഇത് പോയി കഞ്ചാവ് ഉള്ളവര് ആര് പിടിക്കുന്നത്? ഒരു ഇതില്ലാതെ അവര് ബിസിനസ് പോലെ നടക്കുന്നു. ഇതിന്റെ ഉന്നത നേതാക്കന്മാര് തന്നെ രാഷ്ട്രീയക്കാരുമായിട്ട് പിന്നെ എന്ത് ചെയ്യാനാ? ആരെ പിടിക്കാനാ? ഇതൊക്കെ പറഞ്ഞ് ഒരു കള്ള അടവും വാർത്ത 2 ദിവസം വരെ ഇത്രയേ ഉള്ളൂ. ഇത് നടത്താനുള്ള സുഖമാറ്റ് നടത്തുന്നുണ്ട്. ഒരു സൂചനയില്ലാതെ തന്നെ വൻതോതിൽ വിൽപ്പന നടത്തുന്നുണ്ട്. എന്റെ വാർത്തയും അന്വേഷണം തുടരുന്നുണ്ടോ, പരമ്പര തുടരുന്നുണ്ടെന്ന് പറയാം. അവിടെ നിന്നാണ് പോലീസ് എത്തുന്നത്. എവിടെ? ധനുശ്വര സ്കൂളിന്റെ അവിടെ എത്തുന്നു. അവിടെ ഏത് പരിശോധന തുടങ്ങി. എന്താണ് ഘടന? ഇതിന്റെ ഉന്നത നേതാവ് ഇപ്പോൾ കാണുന്നുണ്ടായിരിക്കും. ലൈവാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ എന്റെ വാർത്തയും നൽകുന്നു. വെള്ളത്തിൽ കിടന്ന് ലാഞ്ചുന്നുണ്ട്. ഇതിനത് കാര്യം. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നമ്മളെ നാട്ടിലെ പുതിയ തലമുറകൾ ഇല്ലായിക്കൊണ്ടുവരും. അതുകൊണ്ടാണ് പറയുന്നത്. നാളത്തെ മന്ത്രിമാരും നാളത്തെ രാഷ്ട്രീയക്കാരും ആവാനുള്ള പയ്യന്മാർ ഇപ്പോഴേ ചെറുതില് കഞ്ചാവിനും NDMAയ്ക്കും 5 വരെ കൊല്ലുന്നതും വെഞ്ഞാറോഡ് ഇതെല്ലാം കഞ്ചാവിന്റെ അടിമയായി കൊല്ലുന്ന രജനിയുടെ മരണം, വെള്ളറുടെ മരണം, ഇതെല്ലാം കഞ്ചാവിന് അടിമയായി മരിക്കുന്നു, ആത്മഹത്യ ചെയ്യുന്നു. അതുപോലെ കഞ്ചാവ് കഴിച്ചുകൊണ്ട് വന്ന അമ്മയെ അടിക്കുന്നു, അച്ഛനെ അടിക്കുന്നു, മർദ്ദിക്കുന്നു, വീട്ടിൽ പൈസ കൊടുത്തിലേക്ക്. ഇതെല്ലാം നമ്മൾ കാണുന്നില്ലേ? ലൈവാണ്. എന്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തു നിന്നും ബാഹ്ലയൻ.